ഹായ്, നമസ്തേ. എല്ലാവർക്കും രാധേഷ് മ്യൂറലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് കേരള മ്യൂറൽ പെയിൻറ്റിങ്ങിൽ എങ്ങനെയാണ് ഒരു പോണ്ട് അതുപോലെ ഒരു ഫിഷൊക്കെ വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. ബിഗിനേഴ്സിന് വളരെ ഈസി ആയിട്ട് വരയ്ക്കാനുള്ള മെത്തേഡാണ് ഞാനിവിടെ കാണിക്കാൻ പോണത്. ഒരു ജലാശയം വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഇതേപോലെ ഒരു ഓ മലയാള അക്ഷരം ഓ പോലെ റിപ്പീറ്റഡ് പാറ്റേണിൽ വരച്ചുകൊണ്ടിരിക്കാം. ഇതിങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ആയിട്ട് അടുക്കി വെച്ച പോലെയോ അതല്ലെങ്കിൽ ഇങ്ങനെ റാൻഡം ആയിട്ട് വരച്ചിട്ട് ഫില്ല് ചെയ്യണം. അതല്ലെങ്കിൽ വേറൊരു പാറ്റേൺ ആണ് ഇത് ഈ കാണുന്നത്. ഇതേപോലെയും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. അതല്ലെങ്കിൽ ഈ രണ്ട് പാറ്റേണും മിക്സ് ചെയ്തിട്ട് നമുക്ക് വരച്ചെടുക്കാം. അതേപോലെ നമ്മുടെ പെയിൻറ്റിങ്ങിലുള്ള വിൻഡ് വരയ്ക്കാനും കാറ്റ് വരയ്ക്കാനും ഇതേപോലെ തന്നെയാണ്, സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ അതിലും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സ്ഥലത്തും ഒരേപോലെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് എളുപ്പത്തിൽ ഒരു ഫിഷ് വരച്ചെടുക്കാമെന്ന് നോക്കാം. അതിന് ബേസിക് ഡിസൈൻ വന്നിട്ട് ഓവൽ ഷേപ്പാണ് ഫിഷിൻ്റെ. അപ്പോൾ ആദ്യം ഞാൻ ഒരു വലിയ ഓവലും അതേപോലെ ഒരു ചെറിയ ഓവലും കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നോക്കൂ, എത്ര സിമ്പിളായിട്ട് രണ്ട് ലൈൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഫിഷിൻ്റെ ബോഡി ആയിട്ട് മാറും. പിന്നെ നമുക്ക് അതിൻ്റെ വാൽ ഭാഗം വരച്ചെടുത്താൽ മതി. വാൽ ഭാഗം വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ചെറിയ ഓവൽ ഷേപ്പിൻ്റെ ബാക്കിൽ ഒരു ട്രയാങ്കിൾ വരച്ചാൽ മതി. എന്നിട്ട് അതിന് എളുപ്പത്തിൽ നമുക്ക് വാലിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാൻ കിട്ടും. ഇനി നമുക്ക് അതിനകത്തുള്ള ലൈൻസ് ഒക്കെ മായ്ച്ചു കളയാം. അപ്പോൾ കണ്ടോ, എത്ര എളുപ്പത്തിലൊരു ഫിഷിൻ്റെ ഷേപ്പായില്ലേ. ഇതേപോലെ ഏതൊരു ആനിമലിൻ്റെയും നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ബേസിക് ഷേപ്പ് നോക്കിയാൽ മതി. പിന്നെ അത് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വരച്ചെടുക്കാൻ കിട്ടും. ഇനി നമുക്ക് ഈ ഫിഷിനെ നല്ല സുന്ദരി ഫിഷാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചിറകും കണ്ണും ചുണ്ടും ഒക്കെ വരച്ചെടുക്കാം. കേരള മ്യൂറൽ പെയിൻറ്റിങ് ശ്രദ്ധിച്ചറിയാം, അതിൽ കാണുന്ന എല്ലാ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ. നിറയെ പാറ്റേൺസ് അതിൽ വരച്ചു കൊടുക്കണം, ഡിസൈൻസ് വരച്ചു കൊടുക്കണം. എല്ലാം വന്നിട്ട് ഒരു സാങ്കല്പിക കഥാപാത്രങ്ങളായിരിക്കും എപ്പോഴും അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നല്ല ഭംഗിയിൽ വരച്ചു കൊടുക്കണം. അപ്പം ആദ്യം ഞാൻ അതിൻ്റെ രണ്ട് ചിറകാണ് വരച്ചു കൊടുക്കുന്നത്, ഫിന്നാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനെ ഇതേപോലെ പാറ്റേൺ വരച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ വരയ്ക്കാനിപ്പോൾ ഇത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡ് ഓരോ ട്രയാങ്കിൾ വരച്ചു കൊടുക്കുക ആദ്യം. എന്നിട്ട് അത് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല എളുപ്പത്തിൽ അതിൻ്റെ ഫിന്ന് വരച്ചെടുക്കാൻ നമുക്ക് കിട്ടും. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പുതിയ സീരീസിൽ സ്വാനിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിഷ് ആഡ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഫിഷ് വരച്ച് ചെയ്യാൻ പഠിപ്പിച്ചത്. ഞാൻ വരച്ച ചിത്രത്തിൽ ഫിഷ് ഇല്ല. അപ്പോൾ ആർക്കെങ്കിലും വരയ്ക്കണമെങ്കിൽ ഇത് വരച്ച് പഠിക്കാം. എന്നിട്ട് ആരെങ്കിലും അതുപോലെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പം ഞാൻ ഇതിൻ്റെ കളറിങ്ങും കാണിച്ചു തരാം, എങ്ങനെയാണ് ഫിഷ് കളർ ചെയ്യാമെന്ന് നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്വാൻ എങ്ങനെ വരയ്ക്കാമെന്ന് പഠിക്കാം. അങ്ങനെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ടും എങ്ങനെയാണ് ഒരു ഫിഷ് വരയ്ക്കാമെന്ന് പഠിച്ചു. ഇനിയിപ്പോൾ ഈ ഫിഷിൻ്റെ ഫേസ് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വേണമെങ്കിൽ ആ ഫസ്റ്റ് വരച്ച വലിയ ഓവൽ ഷേപ്പ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരച്ചാൽ മതി. ബാക്കിയെല്ലാം സെയിം പോലെ റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ ആൻഡ് വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു.